എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷേ ഫുൾ മാർക്കിലേക്ക് എത്തിച്ചേരാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. +1 പഠിച്ചു തുടങ്ങിയത് ഒരു 10th ലെവലിൽ ആ ഒരു രീതി തന്നെ പഠിച്ചു തുടങ്ങി. ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ രീതി പഠിച്ചാൽ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സൈലത്തിൽ അഗ്നി ബാച്ചിലേക്കായിരുന്നു. അതിൽ നിന്നാ പഠിച്ച് സാറുമാർ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഫുൾ മാർക്കിനുള്ളത് തന്നെ അവിടുന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഹലോ, എൻ്റെ പേര് ദേവിക, ഞാൻ കൊല്ലം ജില്ലയിൽ പട്ടാഴി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ +1 അഗ്നി ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് +1 റിസൾട്ട് വന്നപ്പോൾ 520ൽ 520 ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കാണാനായിട്ട് നമ്മുടെ സൈലത്തിലെ മനോജ് സാറും ദിഷ്ണ മിസ്സും AD സാറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് നമ്മളെ കൊല്ലത്ത് പട്ടാഴിയിലുള്ള നമ്മുടെ ദേവികയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 520ന് 520 എന്ന് പറയുന്നത് ചില്ലറ സ്കോറിംഗ് അല്ല, അത് എല്ലാവർക്കും പറ്റുന്നതുമല്ല. അപ്പോൾ വളരെ കുറച്ച് കുട്ടികളെ അത് സ്കോർ ചെയ്തിട്ടുള്ളൂ കേരളത്തിൽ. അതിലൊരാളാണ് ഇതാ നിൽക്കുന്നത് ദേവിക എന്ന് പറയുന്നത്. അപ്പോൾ ദേവികയുടെ വീട്ടിന് തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ നോക്കിയാൽ കാണുന്ന ദൂരത്ത് നമ്മുടെ ദേവികയുടെ വീട് നമുക്കുണ്ട്. അപ്പോൾ ദേവിക, അപ്പോൾ നമ്മുടെ പഠിത്തത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ 520ന് 520 വന്ന് അത് കണ്ട നിമിഷം ഒന്ന് ഓർത്തെടുക്കാമോ? കണ്ട നിമിഷം ആദ്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഫുൾ A+ എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷേ ഫുൾ മാർക്കിലേക്ക് എത്തിച്ചേരാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് പേടി, ബാക്കിയൊക്കെ അത്യാവശ്യം സബ്ജക്ട് ഉറപ്പായിരുന്നു. പിന്നെ ആദ്യം എൻ്റെ ബ്രദറാണ് റിസൾട്ട് നോക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഇത് എൻ്റെ റിസൾട്ട് അല്ല, ഇത് ഫേക്കാ, ചുമ്മാ നമ്മളെ പേടിപ്പിക്കുക ഇട്ട് തരുന്നതാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, ടെൻഷൻ അടിച്ചിട്ട്. പിന്നെ ഞാൻ എൻ്റെ ടീച്ചർ പ്രിൻസിപ്പളിനെ വിളിച്ചു. അപ്പൊ ടീച്ചറാണ് പറയുന്നത് ഫുൾ മാർക്ക് ഉണ്ട്. സ്കൂളിൽ എത്ര പേർക്കുണ്ട് ഫുൾ മാർക്ക്? 2 പേർക്ക്. 2 പേർക്ക്, അതിലൊരാളാണല്ലേ. യെസ്, നൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ 520 നേടണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു നല്ലൊരു സപ്പോർട്ട് പുറകിൽ നിന്ന് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ സൈലത്തിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ് സൈലത്തിന്റെ ക്ലാസ്സുകൾ ഈ 520 എന്ന് പറയുന്ന മാർക്കിൽ എത്തിക്കാൻ സഹായിച്ചത്? അത് SSLC എക്സാമിന്റെ ടൈമിൽ എനിക്ക് മാത്സ് ഒക്കെ ഒരു 72 എബോ ഒരിക്കലും പോയിട്ടിരുന്നില്ല. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു, ടഫ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഫുഫൂസാന്റെ ക്ലാസ് കണ്ടു തുടങ്ങുന്നത്. അങ്ങനെ മോഡൽ എക്സാമിന്റെ ടൈമിൽ ആദ്യം ഞാൻ ആ മോഡൽ എക്സാം വരെ ഫുഫൂസാന്റെ ക്ലാസ് മാത്രമേ കാണത്തുള്ളൂ. മാത്സ് ബാക്കിയൊക്കെ അത്യാവശ്യം സബ്ജക്റ്റ് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടി. പിന്നെ അങ്ങോട്ട് ആ ഒരു എക്സാമിന്റെ ടൈമിലേക്ക് ഫുൾ ക്ലാസ്സും കാണാൻ തുടങ്ങി, മാരത്തോണൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഒരു ഏത് എക്സാം, ഇപ്പോഴത്തെ എക്സാമിനായാലും SSLC എക്സാമിനായാലും ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വിട്ടിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരുന്നു. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ ഇത് പറയുന്നത് എൻ്റെ ബ്രദറിനോടാണ്, എനിക്ക് അഡ്മിഷൻ വേണം എന്നൊക്കെ. അപ്പൊ അവനാണ് പറഞ്ഞത് നീ എടുത്തോ, ഞാൻ ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ബ്രദറാണ് കൂടെ നിന്നത്. പിന്നെ അഗ്നി ബാച്ചിലേക്ക് വന്ന് പിന്നെ ഫുൾ +1 ആക്ച്വലി നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയണം. വേറെ ഒരിടത്തും ട്യൂഷന് പോകാതെ അഗ്നി ബാച്ചിൽ മാത്രം പഠിച്ചിട്ടാണ് ദേവിക ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നി ബാച്ചിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ആ വിശ്വസിച്ചതിൻ്റെ ഫലം ഇപ്പോൾ കിട്ടി അല്ലേ? ഇപ്പോൾ 12th ഏറ്റവും വലിയ സന്തോഷമുള്ള, അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ദേവിക തന്നെ പറയുന്നത്. ദേവികയുടെ റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു മാറ്റം കൂടിയുണ്ട്. അതുകൂടി ഒന്ന്. എന്നോട് കുറേ പേര് ചോദിച്ചു നീ എങ്ങനെയാ ഈ ട്യൂഷനൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ട് ഈ റിസൾട്ടിലേക്ക് എത്തിയ? പ്രത്യേകിച്ച് +1 അല്ലേ, ഹയർ സെക്കൻഡറി അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൈലത്തിൽ അഗ്നി ബാച്ചിലേക്കായിരുന്നു. അതിൽ നിന്നാ പഠിച്ച് സാറുമാർ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഫുൾ മാർക്കിനുള്ളത് തന്നെ അവിടുന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേരൻറ്റ് എൻ്റെ കുറേ ഫ്രണ്ട്സ് അഗ്നി ബാച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ കൊല്ലത്തിൻ്റെ ഒരു പ്രൊമോഷൻ ആക്ച്വലി നമുക്ക് ദേവിക വഴി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ റിസൾട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം കൂട്ടുകാരികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അഗ്നി ബാച്ചിലേക്ക്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ ഏതാണ്? ഞാൻ GVHSS പട്ടാഴി. യെസ്, അവിടുത്തെ 2 കുട്ടികളിൽ ഒരാളാണ് ഫുൾ മാർക്ക് വാങ്ങിയത്. അവൾക്ക് 520 മേടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഫുൾ A+ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളായിരുന്നു. അതിലെനിക്ക് വളരെ സന്തോഷം. എന്തോ പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. മോള് 10th ലാസ്റ്റ് തൊട്ടൊക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമായിരുന്നു. പിന്നെ +1 ആയപ്പോഴാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞപ്പം ബ്രദറാണ് അതിന് കാശൊക്കെ കൊടുത്തവളെ അതിനോട്ട് ജോയിൻ ചെയ്തത്. പിന്നീട് ഇവിടെ TV ഒക്കെ വെച്ച് യൂട്യൂബ് കാണുമ്പോൾ ഞാനും കൂടെ നോക്കും. അപ്പോൾ അവൾക്ക് വളരെ കംഫർട്ടാണെന്ന് അവളും പറയും. പിന്നെ എനിക്കും അങ്ങനെ തോന്നി. ഇപ്പോൾ നമ്മൾ +1 പ്രിപ്പയർ ചെയ്ത കുറേ രീതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്റ്റഡി എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന്, അതായത് നമുക്കിനി 520 വാങ്ങിക്കാൻ വേണ്ടി കുറേ മക്കളുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കൊരു ടിപ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഞാൻ +1 പഠിച്ചു തുടങ്ങിയത് ഒരു 10th ലെവലിൽ ആ ഒരു രീതി തന്നെ പഠിച്ചു തുടങ്ങി.
പിന്നെ ഒരു ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ രീതി പഠിച്ചാൽ പറ്റത്തില്ല. ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ അത്യാവശ്യം നല്ല ടഫായിരുന്നു. അപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ടൊന്ന് പഠിക്കാൻ തന്നെ തുടങ്ങിയത്. പിന്നെ ഡിസംബർ ആയതിനു ശേഷം എക്സാം കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ എൻഡ് ഗെയിം ടോപ്പർ സീരീസ് ആരംഭിച്ചു. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പുറമെ കുറെ NCERT ക്വസ്റ്റ്യൻസ് ടോപ്പർ സീരീസിൽ അവൈലബിൾ ആയിരുന്നു, 10 day ചലഞ്ചസിൽ അവൈലബിൾ ആയിരുന്നു. അതൊക്കെ മോർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. അത്യാവശ്യം NCERT ടെക്സ്റ്റ് ഒക്കെ തുറക്കാൻ തുടങ്ങിയത് ആ സീരീസ് വന്നപ്പോഴാണല്ലേ? ഓക്കെ, നൈസ്. അപ്പോൾ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അതായത് നമ്മളിപ്പോൾ 10th കഴിഞ്ഞ് കുറച്ചൊരു ഇരിപ്പുണ്ട്, ഇതുപോലെ ആദ്യമൊക്കെ ഉഴപ്പി അല്ലേ പഠിക്കേണ്ട, അതിൽ 10ാം ക്ലാസ് ലെവൽ അവസാനം കൊണ്ടുവച്ച് പഠിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത് ആക്ച്വലി ദേവിക്ക്? അതെന്തായാലും +1 നടക്കത്തില്ല. 10th ലെവല് പഠിച്ചു വരുന്ന രീതിയിൽ +1 പഠിക്കാൻ പറ്റത്തില്ല. കാരണം അത്യാവശ്യം നമ്മൾ കുറച്ചും കൂടി സബ്ജക്റ്റിനകത്തൊക്കെ ഡെപ്തിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ ആദ്യമേ തന്നെ പഠിച്ചു വരുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യമേ തന്നെ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് തുറന്നു പോയാൽ കഴിഞ്ഞാൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ അതായിരിക്കും ഏറ്റവും നല്ല. ഉറപ്പായിട്ട് 520 സ്കോർ ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ എനിക്കും മക്കളോട് പറയാനുള്ള ഈ കാര്യം തന്നെയാണ്. ഒരു സക്സസ് നേടിയ ഒരാൾ നിന്ന് പറയുന്ന അതേ വാചകങ്ങൾ തന്നെയാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ തുടക്കം മുതൽ നന്നായിട്ട് പഠിക്കുക. അഗ്നി ബാച്ചിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ തുടക്കം മുതൽ തന്നെ കണ്ട് അതിൽ പറയുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആദ്യം തൊട്ട് തന്നെ ക്ലിയർ ചെയ്ത് ഫസ്റ്റ് തന്നെ നടക്കുന്ന മൊഡ്യൂൾ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് എവിടെ എത്തുന്നത്? സക്സസ്സിൽ 520 എത്തുന്നത്. ആ പാത്ത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ചെയ്തത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ദേവിക. അടിപൊളി. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ 1200 വീണ്ടും മീറ്റ് ചെയ്യും. അതുവരെ പക്കലാവും.